ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ബ്രിഞ്ചാൾ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബ്രിഞ്ചാൾ മസാലയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു വഴുതനങ്ങ കണ്ടിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു വഴുതനങ്ങ വാങ്ങിയിട്ട് അതിൻ്റെ തുമ്പ് ഭാഗത്ത് 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ മതി. ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഉപ്പ് ചേർക്കണം. നമ്മളങ്ങനെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഷാലോ ഫ്രൈ ചെയ്ത് വരുമുണ്ടാവുക. ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇത് മാറ്റി വയ്ക്കണം. ഈ ഫ്രൈ ചെയ്തെടുത്ത് വഴുതനങ്ങ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കുറച്ച് സവാള വേണം, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി വേണം, പിന്നെ പുളിവെള്ളം വേണം, സവാള വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇത് കുറച്ച് വറുത്തെടുക്കാനായിട്ടുള്ള കുറച്ച് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം മാറ്റി വയ്ക്കണം. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നാണ്. ഇപ്പം നേരത്തെ കാണിച്ച ഈ സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കൂടെ തേങ്ങ കൂടെ അരച്ചെടുക്കണം. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, നോർമലി ഓയിലാണ് എല്ലാവരും ഉപയോഗിക്കുക. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോൾ എപ്പോഴും ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ അങ്ങനത്തെ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുരുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വേണം നമ്മൾ ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാൻ. നമ്മൾ ഇതിനകത്തേക്ക് കാര്യമായിട്ടുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഇത്രയും മതി. വേറെ എക്സ്ട്രാ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഒന്ന് മൂത്ത് വരുമ്പോൾ, ജസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ട് ഒരു മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ സവാള മൂത്ത് വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇത്, ബ്രിഞ്ചാൾ മസാല. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നോർമലി ഇത് ഇങ്ങനെ ഉണ്ടാക്കാം, ഞാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ മുളക് പൊടി ഇട്ടിട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം കളറിന് എരിവിനും വേണ്ടിയിട്ട് 2 മുളക് പൊടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾക്ക് ഇതാ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഞാൻ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കരിയാതെ നോക്കണം. എൻ്റെ പാൻ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ഇതിനകത്ത് ചൂടധികം നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കരിയാതെ നോക്കണം, കരിഞ്ഞ് എൻ്റെ ടേസ്റ്റ് പോവും. അത് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ടുണ്ട്. ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ബ്രിഞ്ചാളിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ എക്സ്ട്രാ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നോർമലി ആൾക്കാർ ഈ സവാളയെല്ലാം വഴറ്റിയെടുത്തിട്ട് അത് പിന്നെ അരച്ചെടുക്കുകയാണ് പതിവ്. ഞാനിവിടെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യുകയാണ്. ഇത് വഴറ്റാണ്ട് തന്നെ നമ്മൾ എല്ലാം പച്ചക്കിയിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ മുളക് പൊടിയെല്ലാം ചൂടാക്കി എടുത്തിട്ട് അതിനകത്തോട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ബ്രിഞ്ചാൾ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിട്ടാണ് തന്നെ കിട്ടും. ആ സെയിം ടേസ്റ്റ് തന്നെ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ട് അത് അരച്ചെടുത്തിട്ടും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഉപ്പും നിങ്ങൾക്ക് എത്രത്തോളമാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളവും ചേർക്കുക. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊരായുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രിഞ്ചാളിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ഓർമ്മ വേണം. എക്സ്ട്രാ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പതഞ്ഞ് പൊന്തി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ എല്ലാം ചേർത്ത് ഇളക്കി വെള്ളമൊക്കെ ചേർത്ത് അടച്ചു വെച്ചത് തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ബ്രിഞ്ചാൾ ഇട്ട് കൊടുത്തു. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ബ്രിഞ്ചാൾ മസാല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് എങ്ങനെ വഴറ്റാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് അതിനൊരു വഴി കിട്ടിയത്. ഇതെല്ലാം കൂടെ പച്ചക്ക് അരച്ചെടുത്താൽ മതി. ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിക്കാം. ഇത് ബ്രിഞ്ചാളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കസ്തൂരി മേത്തിയാണ്. ഇതിന് ഒരു എക്സ്ട്രാ ഫ്ലേവർ നൽകുന്നത് ഈ ജീരകത്തിൻ്റെ പൊടിയും കസ്തൂരി മേത്തിയാണ് ഒരു എക്സ്ട്രാ ഫ്ലേവർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ജീരകം ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ കസ്തൂരി മേത്തിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ച് കുറുക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രിഞ്ചാൾ മസാല ഇത് റെഡിയായി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ കറിയെല്ലാം തിളച്ച് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി. നമുക്കിതിന് മാറ്റി വെച്ച് സെർവ് ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം. എൻ്റെ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. എക്സ്ട്രാ കടുക് കുറയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചാൾ മസാല റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി. ഓക്കെ, ബായ്.